നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. മാറ്റങ്ങൾ എന്നും പ്രയാസകരമാണ്. വർഷങ്ങളോളം തന്റേതു മാത്രമായിരുന്ന താൻ നായകനായിരുന്ന ഒരു ഇടം വിട്ടിറങ്ങുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ചെറിയൊരു ആശങ്കയുണ്ടാകും. രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് കുപ്പായത്തിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞപ്പടയിലേക്ക് 2026 സഞ്ജു സാംസൺ എത്തുമ്പോൾ ആരാധകരും ആ ഭയത്തിലായിരുന്നു. സഞ്ജുവിന് ചെന്നൈയിൽ ശോഭിക്കാൻ കഴിയുമോ? രാജസ്ഥാനിൽ ലഭിച്ച ആ സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുമോ? എന്നാൽ ഇന്ന് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി കഴിഞ്ഞു. രാജസ്ഥാൻ അദ്ദേഹത്തിന് വെറുമൊരു ടീമായിരുന്നില്ല, വർഷങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വീടു തന്നെയായിരുന്നു. ആ ശീലിച്ച ചുറ്റുപാടുകളിൽ നിന്നുള്ള മാറ്റം സഞ്ജുവിനെ തുടക്കത്തിൽ അല്പം അലട്ടിയിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ചെന്നൈയുടെ ക്യാമ്പിൽ സഞ്ജുവിനെ കാത്തിരുന്നത് എന്തായിരുന്നു? നമുക്ക് വിശദമായി നോക്കാം. ചെന്നൈയുടെ ക്യാമ്പിലേക്ക് കാലുകുത്തിയ നിമിഷം മുതൽ സഞ്ജുവിന്റെ ഉള്ളിലെ ആശങ്കകളെല്ലാം മഞ്ഞുരുകും പോലെ അലിഞ്ഞില്ലാതായി. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് വെറുമൊരു മാനേജ്മെന്റോ സഹകളിക്കാരോ ആയിരുന്നില്ല, സ്നേഹത്താൽ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ കുടുംബമായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസവും ഋതുരാജ് ഗെയ്ക്വാദ് എന്ന നായകനും നൽകിയ കരുതലും പിന്തുണയും പഴയ തട്ടകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നഷ്ടബോധത്തെ പോലും പൂർണ്ണമായും മായ്ച്ചു കളയാൻ കഴിയുന്നതായിരുന്നു. സഞ്ജുവിനെ ഒരു പുതിയ താരം എന്ന നിലയിലല്ല, മറിച്ച് തങ്ങളിൽ ഒരാളായാണ് CSK സ്വീകരിച്ചത്. ഓരോ താരത്തെയും സ്വന്തം കുടുംബാംഗത്തെ പോലെ നെഞ്ചോട് ചേർക്കുന്ന CSKയുടെ ആ യഥാർത്ഥ അൻപുടൻ സംസ്കാരം സഞ്ജുവും ഇവിടെ അനുഭവിച്ചറിഞ്ഞു. സമ്മർദ്ദമില്ലാതെ കളിക്കാൻ ധോണിയും ഋതുരാജും നൽകിയ സ്വാതന്ത്ര്യമാണ് സഞ്ജുവിനെ ഈ സീസണിലെ ഏറ്റവും അപകടകാരിയായ ബാറ്ററാക്കി മാറ്റിയത്. താൻ രാജസ്ഥാനിലായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന അതേ സ്നേഹവും സുരക്ഷിത ബോധവും മഞ്ഞക്കുപ്പായത്തിലും ലഭിക്കുന്നുണ്ടെന്ന് സഞ്ജുവിന്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. തന്നെ വിശ്വസിച്ച് ചേർത്തുപിടിച്ച ധോണിയോടും ഋതുരാജിനോടും സഞ്ജു പ്രകടിപ്പിക്കുന്ന ഈ ഹൃദയംഗമമായ നന്ദി ആ ടീമിലെ ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ നേർക്കാഴ്ചയാണ്. അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും ലഭിച്ചതോടെ ആ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ഇപ്പോൾ പൂർണ്ണമായും സന്തോഷവാനാണ്. ഓരോ മത്സരത്തിലും സഞ്ജു ബാറ്റ് വീശുമ്പോൾ ഗാലറികളിൽ ഉയരുന്ന സഞ്ജു സഞ്ജു വിളികൾ ചെന്നൈയുടെ മണ്ണ് അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. രാജസ്ഥാൻ ഒരു വീടായിരുന്നെങ്കിൽ ചെന്നൈ സഞ്ജുവിന് ഇപ്പോൾ മറ്റൊരു സ്നേഹക്കൂടാണ്. സ്നേഹം നിറഞ്ഞ സ്വന്തം വീട്ടിലെത്തിയ ഒരാളെ പോലെ സഞ്ജു ഇപ്പോൾ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ്. സഞ്ജുവിന് ഏറ്റവും അനുയോജ്യമായ ടീം ചെന്നൈയാണോ? രാജസ്ഥാനില്ലാത്ത എന്ത് ഘടകമാണ് ചെന്നൈയിൽ സഞ്ജുവിനെ സ്വാധീനിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും സഞ്ജു സാംസൺ വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്